സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു കോർപ്പറേഷന്റെ ഭരണം ബി.ജെ.പിയുടെ കൈകളിലെത്തുന്നത്. ഈ സന്തോഷത്തിനും ആർപ്പുവിളികൾക്കുമിടെ ആഘോഷത്തിന് മാറ്റുകുറച്ച ആർ ശ്രീലേഖയുടെ തിരക്കിട്ട മടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുമ്പേ ശ്രീലേഖ ഹാൾ വിട്ടിറങ്ങിയത് ചർച്ചയായി മാറി. അണികളുടെ പടക്കം പൊട്ടിക്കലിനോ മധുരവിതരണത്തിനോ കാത്തുനിൽക്കാതെ സ്ഥലത്തു നിന്നും ശ്രീലേഖ മടങ്ങിയത് പ്രവർത്തികൾക്കിടയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഞെട്ടലുണ്ടാക്കി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ നിൽക്കാതെയായിരുന്നു അവരുടെ മടക്കം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് സംസാരിച്ച ശേഷം പുറത്തേക്കിറങ്ങിയ ശ്രീലേഖ തനിച്ച് സ്വന്തം കാർ വരുത്തിയാണ് തിരികെ പോയത്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുക്കാത്തതിൽ മുൻ DGP ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണെന്നാണ് വിവരം. അവസാന നിമിഷമാണ് മേയർ സ്ഥാനം ശ്രീലേഖയ്ക്ക് നഷ്ടമായത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഉജ്ജ്വല വിജയം നേടിയ ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷമായപ്പോഴേക്കും BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷിനെ മേയറാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ BJP കൗൺസിലർമാർക്കിടയിൽ വലിയ ഭിന്നത നിലനിന്നിരുന്നു. ഇതാണ് ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം ലഭിക്കാതെ പോയതെന്നാണ് വിവരം. അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. തന്റെ അതൃപ്തി ശ്രീലേഖ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ശ്രീലേഖയുടെ അതൃപ്തി പരിഗണിച്ച BJP കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. മുതിർന്ന കേന്ദ്ര നേതാക്കൾ നേരിട്ട് ശ്രീലേഖയുമായി സംസാരിക്കുമെന്നാണ് വിവരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുഖമായിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം നേരിട്ട് അനുനയ ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. അഭിപ്രായ ഭിന്നതകൾക്കും അതൃപ്തികൾക്കുമിടയിലും തലസ്ഥാന നഗരിയുടെ നാഥനായി VV രാജേഷ് ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJPയുടെ 50 അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകൾ രാജേഷിന് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടും ലഭിച്ചു. കോൺഗ്രസിലെ മുതിർന്ന അംഗം KR ക്ലീറ്റസ്, ലതിക എന്നിവരുടെ വോട്ടുകൾ ഒപ്പിട്ടതിലെ പിഴവ് മൂലം അസാധുവായി. BJP അംഗങ്ങൾ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് LDF രംഗത്തെത്തി. ഭരണഘടനാപരമായ വാക്കുകൾക്ക് പകരം ബലിദാനികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്ന് LDF നേതാവ് SP ദീപക് പറഞ്ഞു. വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നാരോപിച്ച് CPM പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു.